അവാർഡ് വിവാദത്തിൽ വിശദീകരണവുമായി HRDS ഇന്ത്യ. അവാർഡിനായി തരൂരിനെ നേരിട്ടെത്തിയാണ് ക്ഷണിച്ചത്. മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത അറിഞ്ഞതെന്ന തരൂരിന്റെ വാദം ശരിയല്ലെന്നും HRDS വ്യക്തമാക്കി. തീവ്ര ഹിന്ദുത്വവാദിയായിരുന്ന VD സവർക്കറുടെ പേരിലുള്ള പ്രഥമ അവാർഡിനാണ് ശശി തരൂരിനെ HRDS പരിഗണിച്ചത്. അവാർഡിൽ നിന്ന് പിന്മാറിയ തരൂരിനെ നേരിട്ടെത്തിയാണ് ക്ഷണിച്ചതെന്ന് HRDS ഭാരവാഹികൾ വ്യക്തമാക്കി. നവംബർ 12-നാണ് ആദ്യമായി ഇമെയിൽ വഴി അവാർഡിനെ ക്ഷണിച്ചത്. പിന്നീട് തരൂരിന്റെ വസതിയിൽ നേരിട്ടെത്തിയും ക്ഷണിച്ചു. നവംബർ 12-ാം തീയതിയാണ് നമ്മൾ ആദ്യം കത്ത് കൊടുക്കുന്നത്, ഇമെയിലായിട്ട് കൊടുത്തത്. പക്ഷേ അതിനുശേഷം ഞങ്ങളവിടെ പോയപ്പോഴെല്ലാം ഈ കത്ത് കൊടുത്തില്ല. അതെ, ഇവിടെ നമ്മുടെ ഓഫീസിനോട് വളരെ അടുത്ത് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ വീട്. ഈ ലെറ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീർ സവർക്കറുടെ പേരിൽ കൊടുക്കുന്ന അവാർഡാണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതെന്നും. അവാർഡുമായി ബന്ധപ്പെട്ട വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നായിരുന്നു തരൂരിന്റെ ആദ്യ പ്രതികരണം. സംഭവം വിവാദമായതോടെ അവാർഡിന്റെ സ്വഭാവം, സംഘടനയുടെ പ്രവർത്തനം എന്നിവയിൽ വ്യക്തതയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്നാൽ അവാർഡിന്റെ സ്വഭാവമടക്കം വിശദീകരണം തരൂരിന് കൈമാറിയിട്ടുണ്ടെന്നാണ് സംഘാടകർ വ്യക്തമാക്കിയത്. അവാർഡ് നിരസിച്ചെങ്കിലും തരൂർ അവാർഡിന് അർഹനാണെന്ന നിലപാടിലാണ് HRDS. കൈരളി ന്യൂസ്, ദില്ലി.